നിങ്ങൾക്ക് കട്ട്ലറ്റ് മാത്രം വിറ്റ് ഒരു മാസം 8 ലക്ഷം രൂപ വരെ ഉണ്ടാക്കണം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. മല്ലുവേണ്ടപ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവരാണ് ലവ് കട്ട്ലേറ്റ്. ലവ് കട്ട്ലേറ്റ് എന്ന് പറയുന്നത് കട്ട്ലേറ്റിനെ ഒരു ബ്രാൻഡ് ആക്കിയ ഒരു ഫേമാണ്. ഇവര് കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഫുഡ് സ്റ്റാർട്ടപ്സുകളിൽ ഒന്നാണ്. അപ്പോൾ ഇവരുടെ സർവീസ് എന്ന് പറയുമ്പോഴേക്കും എക്സെപ്ഷണൽ ആണ്. ഇവർ 7 വെറൈറ്റീസ് ഓഫ് നമ്മുടെ കട്ട്ലേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഇവർ 200+ ഔട്ട്ലെറ്റ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. ഇവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ഫുഡ് സ്റ്റാർട്ടപ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവരുടെ ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് മിനിമം 18 lakhs ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ഇതിൻ്റെ ലേറ്റർ ഓൺ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്, എന്തൊക്കെ സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യും, അവരുടെ ഔട്ട്ലെറ്റ് എങ്ങനെയായിരിക്കും, ഔട്ട്ലെറ്റിൻ്റെ ഡിസൈന്, ആരെ കോണ്ടാക്ട് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കലൂരുള്ള ഇവരുടെ ഔട്ട്ലെറ്റ് ആണ്. ഇപ്പോൾ ഇവർ 7 വെറൈറ്റീസ് ഓഫ് കട്ട്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടുതൽ ഡ്രിങ്ക്സും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ വൻ തിരക്കാണ് ആ ഒരു ഔട്ട്ലെറ്റിൽ ഞാൻ കണ്ടത്. 3 minute പോളിസിയാണ്. 3 minutes ഉള്ളിൽ തന്നെ ഒരു ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് അവരുടെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫുൾ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ലവ് കട്ട്ലേറ്റിന്റെ ഫ്രാഞ്ചൈസി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഫ്രഷ്ലി കട്ട്ലെറ്റ് ഉള്ളി ബ്രാൻഡാണ് ലവ് കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഫ്രഷ്ലി ഫ്രൈഡ് കട്ട്ലേറ്റ് ബ്രാൻഡ് ലവ് കട്ട്ലേറ്റ് ആണ്. ഇവരുടെ ഒരു ഓപ്പറേഷൻ സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം 100 to 200 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. മൾട്ടി വെറൈറ്റി ഓഫ് കട്ട്ലേറ്റ്സ് ഉണ്ട്. ടെക് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഫ്രഷ്ലി ഫ്രൈഡ് ആണ്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം, അവർ ഡയറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഒരു സ്ട്രീറ്റ് സ്റ്റോർ ആയിട്ട് ഇവരുടെ സ്റ്റോറൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്ട്രീറ്റ് സ്റ്റോർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലോസ് ഡൗൺ ചെയ്തു, പിന്നെ അവർ ഫോർട്ട് ബാക്ക് ചെയ്ത് നല്ല രീതിയിൽ ഒരു ബ്രാൻഡായിട്ട് വന്ന ഒരു ഫേമാണ് ലവ് കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഡർ സെർവ് ചെയ്യാനായിട്ടുള്ള മിനിമം ടൈം എന്ന് പറയുന്നത് 3 minutes ആണ്. ബ്രാൻഡും ഐക്കണും എല്ലാം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ബ്രാൻഡിങ് ടീം തന്നെ ഇവർക്കുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ഫൗണ്ടേഴ്സ് ആണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കവറിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൗച്ചും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോ യുവർ കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ വേരിയൻസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ വേരിയൻസ് ആണ്, വെജിറ്റേറിയൻസും പിന്നെ സീ ഫുഡ് വേരിയൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ 7 ടൈപ്പ് കട്ട്ലെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ഇവിടെ കാണുന്ന പോലെ ക്ലാസിക് ചിക്കൻ ചീസ്, ഇറ്റാലിയൻ ചിക്കൻ ചീസ്, അതുപോലെ തന്നെ ക്ലാസിക് വെജ് കട്ട്ലേറ്റ്, ക്ലാസിക് ചിക്കൻ കട്ട്ലേറ്റ്, ക്ലാസിക് വെജ് ചീസ്, മൈൽഡ് പ്രോൺ കട്ട്ലേറ്റ്, ക്രിസ്പി ബീഫ് കട്ട്ലേറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇവരുടെ ഫ്രാഞ്ചൈസി എടുക്കുവാണെങ്കിൽ ഫ്രാഞ്ചൈസിയുടെ സ്റ്റോറിന്റെ ഒരു മോഡൽ ഇതാണ്. അപ്പോൾ ഈ കാണുന്ന ലേ ഔട്ട് ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത്. ഇതിൽ ലവ് കട്ട്ലെറ്റിന്റെ ബ്രാൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രസന്റ്ലി 2 സ്റ്റോർ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റോർ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന കടവന്തറയിലാണ്. കലൂരും കച്ചേരിപ്പടിയിലും ഇവർക്ക് ഓൾറെഡി സ്റ്റോർ ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലുമാണ് ഇവർ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ QSR ബ്രാൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് സെഗ്മെന്റിൽ പെടുന്ന ഒരെണ്ണമാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 827 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ മാർക്കറ്റാണ് ഇവർ 2025 വരെ ഈ ഒരു സെഗ്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഏർബൻ ലൈഫ് സ്റ്റൈലാണ്. സിറ്റി ലൈഫ് സ്റ്റൈൽ കൂടുന്നുണ്ട്, ഈറ്റിംഗ് ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ആൾക്കാരുടെ സ്പെൻഡിങ് നേച്ചറും കൂടുന്നുണ്ട്. പിന്നെ മില്ലിനിയൽ ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു മില്ലിനിയൽ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്. സ്നാക്കിംഗ് കൾച്ചറും വളരെ അധികം വരുന്നുണ്ട്. അപ്പോൾ ഫ്രാഞ്ചൈസിയുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 18 lakhs ആണ്. അത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തരുന്ന ഏകദേശം അതിൻ്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് പ്രിഫറഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഇവർ പറയുന്നത് എറണാകുളം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, ബാംഗ്ലൂർ ആണ്.
ഇവർ തരുന്ന സർവീസ് എന്ന് പറയുമ്പോഴേക്കും സപ്ലൈ ഓഫ് മെഷീനറീസും എക്യുപ്മെന്റ്സും ഉണ്ട്, സപ്ലൈ ഓഫ് ഫർണിച്ചേഴ്സും അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് CRM സോഫ്റ്റ്വെയർ സിസ്റ്റംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബ്രൗഷർ, അതായത് ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസിന്റെ ഒരു ബ്രൗഷർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അറിയാനായിട്ടും ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിനുമായിട്ട് മല്ലു എന്റർപ്രണർ ഫോളോ ചെയ്യാനായിട്ടും മറക്കല്ല.